ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസത്തിലെ നെയ്യപ്പം എന്ന പാഠഭാഗമാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. കൂട്ടുകാർക്ക് നാടോടിക്കഥകൾ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? കലാ സാംസ്കാരിക മൂല്യങ്ങളും അനുഭവങ്ങളും വിനിമയം ചെയ്യപ്പെട്ടിരിക്കുന്നത് അറിയണമെങ്കിൽ നാടോടിക്കഥകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതിയാകും. നാടോടിക്കഥകൾ ലളിതമായി നമുക്ക് മൂല്യങ്ങളെ പകർന്നു നൽകുന്നു, അതോടൊപ്പം മാനസിക ഉല്ലാസവും തരുന്നു. നെയ്യപ്പം എന്ന പാഠഭാഗം തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു എന്ന കഥയിലൂടെ. എന്നെ പഠിപ്പിച്ച 1ാം ക്ലാസ് അധ്യാപകൻ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ പാടിത്തന്ന ഒരു പാട്ടുണ്ട്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊണ്ടോയി കടലിലിട്ടു, മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിപ്പറിച്ചു. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. അതെ, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു എന്ന കഥയെ 4 കഥാചിത്രങ്ങളാക്കിയാണ് പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. ഈ 4 ചിത്രങ്ങളും കുട്ടികൾ 4 ഗ്രൂപ്പായി തിരിഞ്ഞ് ഒന്ന് പരിചയപ്പെടുക. ചിത്രത്തിൽ അയ്യപ്പനാണ് ഈ നിൽക്കുന്നത്. അവൻ്റെ അമ്മ നെയ്യപ്പം ചുടുകയാണ്. മാവ് ഇളക്കി അടുത്തിരിക്കുന്നത് അവൻ്റെ അച്ഛനാണ്. താഴെ തന്നെ ആട്ടുകല്ലും എലിയും പൂച്ചയും ഒക്കെ ഉണ്ട്. 2ാമത്തെ ചിത്രത്തിലോ അയ്യപ്പൻ ആ നെയ്യപ്പം കൊണ്ടുപോയി കൂട്ടുകാർക്കൊക്കെ പങ്കുവെക്കുകയാണ്. കൂടെ തന്നെ അവൻ്റെ നായയും ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ വള്ളത്തിൻ്റെ മുകളിലിരിക്കുന്നത് ഒരു കാക്കമ്മയാണ്. കടലിൻ്റെ ഓരത്താണ് അവൻ്റെ വീട്. പെട്ടെന്ന് തന്നെ കാക്ക അവൻ്റെ കയ്യിൽ നിന്നും നെയ്യപ്പം കൊത്തി പറക്കുകയാണ്. പിന്നാലെ കുരച്ചുകൊണ്ട് നായ ഓടുകയാണ്. കൊണ്ടുപോയ നെയ്യപ്പത്തെ കാക്ക കടലിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഈ രസകരമായ കഥയെ കൂട്ടുകാർ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു നാടകമാക്കി മാറ്റണം. എന്നിട്ട് കഥാപാത്രങ്ങൾക്കനുസരിച്ച് വേഷവിധാനങ്ങളൊക്കെ ക്ലാസ്സിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അത് തുടർച്ചയായി വേണം അവതരിപ്പിക്കാൻ. എല്ലാവരും ഈ കഥ നാടകമായി അവതരിപ്പിച്ചു കഴിയുമ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങൾ കൂടി ടീച്ചർ ക്ലാസ്സിൽ അവർക്ക് അഭിനയിക്കാനായിട്ട് നൽകേണ്ടതുണ്ട്. ഉദാഹരണമായി കല്യാണ വീട്, ചന്ത, സ്കൂള്, ബസ് സ്റ്റോപ്പ് ഒക്കെ സന്ദർഭങ്ങളായി കുട്ടികൾക്ക് നൽകാവുന്നതാണ്. ഓരോ സന്ദർഭവും അവതരിപ്പിക്കപ്പെടുമ്പോൾ അതെവിടെയാണ് നടക്കുന്നതെന്ന് കാഴ്ചക്കാരന് മനസ്സിലാവുകയും വേണം. ഒരു നാടകം അരങ്ങേറുമ്പോൾ അതിൽ കഥാപാത്രങ്ങൾ ഉണ്ട്. അവയ്ക്ക് നാം ജീവൻ നൽകണം, അഭിനയിക്കണം. ആ കഥാപാത്രങ്ങളായി നമ്മൾ മാറണം. അതിനനുസരിച്ചിട്ടുള്ള വേഷവിധാനം ഒരുക്കണം. വെറും വേഷമല്ല, ചമഞ്ഞ് ഒരുങ്ങണം, ചമയം നൽകണം. പിന്നീട് രംഗപടവും രംഗവസ്തുക്കൾ കൂടി നാടകത്തിന് ആവശ്യമാണ്. എന്താണ് രംഗപടം, എന്താണ് രംഗവസ്തു എന്ന് നോക്കാം. നാടകത്തിനായി സ്റ്റേജിൽ സ്ഥിരമായതോ എടുത്തു മാറ്റാവുന്നതോ ആയ ക്രമീകരണങ്ങൾ അത്യാവശ്യമാണ്. സ്റ്റേജ് സെറ്റിംഗ്സ് എന്ന് ഇംഗ്ലീഷിൽ അതിന് പറയും. ഇതിനെയാണ് നമ്മൾ രംഗവിധാനം, രംഗപടം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ഒരു കഥാപാത്രത്തെ അരങ്ങിൽ അവതരിപ്പിക്കാൻ വേണ്ടി അഭിനേതാവിനെ സഹായിക്കുന്ന വസ്തുക്കളെയാണ് രംഗവസ്തുക്കൾ എന്ന് പറയുന്നത്. സ്റ്റേജ് പ്രോപ്പർട്ടീസ് എന്ന് അവ അറിയപ്പെടുന്നു. ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ശേഷം ഈ കഥയെ ഒരു നാടകമാക്കിയാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ 4 ഗ്രൂപ്പുകാർക്കും ഓരോ ഡ്യൂട്ടികൾ നമ്മൾ അനുവദിക്കണം. 1ാമത്തെ ഗ്രൂപ്പ് നാടകം മൊത്തമായി അഭിനയിക്കട്ടെ. നാടകത്തിന് വേണ്ട വേഷവിധാനവും ചമയവും 2ാമത്തെ ഗ്രൂപ്പുകാർ ഒരുക്കട്ടെ. 3ാമത്തെ ഗ്രൂപ്പ് രംഗപടം തയ്യാറാക്കട്ടെ. 4ാമത്തെ ഗ്രൂപ്പ് രംഗവസ്തുക്കളും നൽകി അഭിനേതാക്കളെ സഹായിക്കട്ടെ. അങ്ങനെ ഉഗ്രനൊരു നാടകം, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു എന്ന നാടകം ക്ലാസ്സിൽ കുട്ടികൾ അവതരിപ്പിക്കട്ടെ. ഇനി നാടകങ്ങളെ കുറിച്ചാണ് കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. നാടകം വന്ന വഴികൾ. നാടകങ്ങളും മറ്റു കലാപരിപാടികളും അവതരിപ്പിക്കപ്പെടുന്ന സ്റ്റേജുകൾ കുട്ടികളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവയ്ക്കൊക്കെ ഒരു പേരുണ്ട്. എന്താണ് പ്രൊസീനിയം സ്റ്റേജ്? വേദിയുടെ പ്രധാനപ്പെട്ട ഭാഗം തിരശ്ശീല കൊണ്ട് മറച്ചിട്ടുണ്ടാവും. മറ്റു 3 ഭാഗങ്ങളും ചുമരിനാൽ മറയ്ക്കപ്പെട്ട സ്റ്റേജാണ് പ്രൊസീനിയം സ്റ്റേജ്.
കൂട്ടുകാർ ഇപ്പോൾ ഒരു കഥ നാടകമാക്കി അവതരിപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് എങ്ങനെയാണ് നാടകങ്ങൾ അരങ്ങേറിയത്, ഏതെല്ലാം നാടകങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പേജ് 13 കൊടുത്തിട്ടുള്ളത് നാടകം ചരിത്രത്തിൽ നാടകം എങ്ങനെ ആണ്, ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പഴയകാല ഗ്രീക്ക് നാടകങ്ങൾ, മധ്യകാല ക്രിസ്ത്യൻ നാടകങ്ങൾ, സംസ്കൃത നാടകവേദിയും നാട്യശാസ്ത്രവും, മധ്യകാല ഇസ്ലാമിക നാടകവേദി, അക്രജ മതേതര നാടകങ്ങൾ. ഇതിനെക്കുറിച്ചാണ് ഇനി വിശദമാക്കാൻ പോകുന്നത്. നാടകോൽപത്തി, പരിണാമം എന്നിവയെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമാണ് ഉള്ളത്. ഗ്രീക്ക് നാടകങ്ങൾ, പഴയകാല ഗ്രീക്ക് നാടകങ്ങൾക്ക് 2500ഓളം വർഷത്തെ പഴക്കമാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിൽ നാടകത്തെപ്പറ്റി പറയുന്നത് ക്ലാസിക്കൽ കാലഘട്ടത്തിനും നവോത്ഥാന കാലഘട്ടത്തിനും ഇടയിൽ ചിതറിപ്പോയ കലാകാരന്മാർ ചെറു സംഘങ്ങളായി കലാപരിപാടികൾ അവതരിപ്പിച്ച് വന്നു. പുതിയ നാടകവേദികൾക്ക് അവർ രൂപം നൽകുകയും ചെയ്തു. അന്ന് പ്രധാനമായും അരങ്ങേറിയിരുന്നത് മൂകാഭിനയം, അതുപോലെ ഞാണിന്മേൽ കളി, നർത്തകർ, മൃഗപരിശീലകർ, ചെപ്പടി വിദ്യക്കാർ, ഗുസ്തിക്കാർ, സ്തുതിപാഠകർ, കഥ പറച്ചിലുകാർ എന്നിങ്ങനെയൊക്കെയായിരുന്നു ചെറു സംഘങ്ങളായി കൂടി പരിപാടികൾ അവതരിപ്പിച്ചു വന്നത്. അനുഷ്ഠാനപരമായ അവരുടെ കലകൾ സമൂഹത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. അൾത്താരയ്ക്ക് ചുറ്റും വൃത്താകൃതിയിൽ നിന്നുകൊണ്ട് വൈനിന്റെ ദേവതയായ ഡയോണിസസിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. ഈ ഡയോണിസസിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ആ പാട്ടാണ് ഡിത്തിറാമ്പ് എന്ന് അറിയപ്പെട്ടത്. അതും അവരുടെ ഒരു കലാരൂപം ആയിരുന്നു. അവരത് മാനസിക ഉല്ലാസത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. ഡിത്തിറാമ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഡിത്തിറാമ്പിൽ നിന്നാണ് പഴയകാല ഗ്രീക്ക് നാടകങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതൻസിലും നാടകങ്ങൾ അരങ്ങേറി. അത് വെജിറ്റേഷൻ റൈസ് എന്ന് അറിയപ്പെട്ടു. സമ്മർ സീസൺ, വിന്റർ സീസണിന് മേൽ നേടുന്ന വിജയമായിരുന്നു അവരുടെ വെജിറ്റേഷൻ റൈസ് എന്ന ഏതൻസിലെ നാടകങ്ങൾ. ഇനി മറ്റൊരു പ്രകടനമാണ് ശ്മശാനത്തിൽ ധീരനായകരൊക്കെ മരിച്ചാൽ അവരുടെ പ്രവൃത്തികളെ ഓർമ്മിച്ചുകൊണ്ട് നടത്തിയിരുന്ന പാട്ടും പ്രകടനവും. അത് ഹീറോ കൾട്ട് എന്ന് അറിയപ്പെട്ടു. വൈകാരികമായ നാടകങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് നടത്തിയ നാടകങ്ങൾ മധ്യകാല ഇസ്ലാമിക നാടകവേദികളിൽ നടത്തപ്പെട്ടു. ഇബ്ൻ അലിമാരുടെ രക്തസാക്ഷിത്വമാണ് വിഷയമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇനി സംസ്കൃത നാടകവേദിയെക്കുറിച്ചും നാട്യശാസ്ത്രത്തെക്കുറിച്ചും. BC 200-നും AD 200-നും ഇടയിൽ ജീവിച്ചിരുന്ന ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാട്യശാസ്ത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അഭിനയം, നൃത്തം, സംഗീതം, നാട്യഗൃഹം, വാസ്തു, ആഹാര്യം, ശമയം, രംഗവസ്തുക്കൾ, നാടക സംഘങ്ങൾ, കാണികൾ, മത്സരങ്ങൾ തുടങ്ങിയവയെ പറ്റിയായിരുന്നു. അതുപോലെ നാടകത്തിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള പുരാവൃത്തവും നാട്യശാസ്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചമയം എന്ന പാഠഭാഗത്ത് കൂട്ടുകാർക്ക് പഠിക്കാനുള്ളത്.